ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവജനവുമായിട്ട് സംസാരിക്കുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന ദൈവിക ആലോചന എന്നുള്ളത് 119 സങ്കീർത്തനത്തിൻ്റെ 33 വാക്യമാണ്. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ദൈവമക്കളെ, 119 സങ്കീർത്തനത്തെക്കുറിച്ച് അനേക പ്രത്യേകതകളുള്ള സങ്കീർത്തനമാണെന്ന് ആരംഭ ദിനത്തിൽ തന്നെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ വാക്യമെടുത്തപ്പോൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 119 സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇന്ന് പകൽക്കാലം പറയണം എന്ന് ഇതിനോട് ബന്ധപ്പെട്ടായതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് 69 പ്രാർത്ഥനകളുണ്ട്. 69 പ്രാർത്ഥനകൾ. അതിലെ ഒരു പ്രാർത്ഥനയാണ് എന്നെ ഉപദേശിക്കണമേ. Praise the Lord. നിന്റെ ചട്ടങ്ങളുടെ വഴി. ചട്ടങ്ങൾ എന്നത് വചനമാണ്. നിന്റെ വചനം, ആ വചനത്തിൻ്റെ വഴി എന്നെ ഉപദേശിക്കണമേ, അല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു പ്രാർത്ഥനയാണ്. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന, 69 പ്രാർത്ഥനകളിലെ ഒരു പ്രാർത്ഥന. മാത്രമല്ല, ഏതാണ്ട് 30 തീരുമാനങ്ങൾ ഈ മനുഷ്യൻ എടുക്കുന്നുണ്ട്. ഈ സങ്കീർത്തനക്കാരൻ 30 തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു വിട്ടു എന്നുള്ളതല്ല, തീരുമാനങ്ങളും എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു തീരുമാനം, എന്നെ പഠിപ്പിച്ചാൽ ഞാൻ അവസാനത്തോളം അതനുസരിച്ച് ജീവിക്കും എന്നൊരു തീരുമാനവും ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നെ പഠിപ്പിക്കണമേ എന്ന ഒരു അപേക്ഷ കൊണ്ട് നിർത്തുകയല്ല, പകരം എന്നെ പഠിപ്പിച്ചാൽ ഞാൻ അത് പഠിച്ച്, അത് ഗ്രഹിച്ച് എൻ്റെ ജീവാവസാനം വരെ അതിൻ പ്രകാരം ജീവിക്കും എന്നൊരു തീരുമാനവും ഈ വാക്യത്തിൽ കാണും. ദൈവമക്കളെ, ഈ ഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചു വളർന്നു, വിവിധ സാഹചര്യങ്ങളിലാണ് നമ്മൾ വളർന്നത്. പക്ഷേ നമ്മൾ എത്രയോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ പഠിച്ചത് പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യഥാർത്ഥ ഒരു ടീച്ചറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പഠിച്ചാൽ ആ വ്യക്തി ഏറ്റവും ശ്രേഷ്ഠനായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും നല്ല സ്കൂളിലാണ് വിടുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ ഔട്ട്സ്റ്റാൻഡിങ് റേറ്റ് ഉള്ള സ്കൂളിൽ വിടാൻ നമ്മൾ മത്സരിച്ച്, ചില മത്സര പരീക്ഷകൾ അവരെ അറ്റൻഡ് ചെയ്യിപ്പിച്ച് നമ്മൾ വിടാറുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമർ സ്കൂളിലൊക്കെ. എന്തിനാ വിടുന്നത്? അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കും എന്നതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദാവീദ്, 119 സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാ,
അങ്ങ് എന്നെ പഠിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ കർത്താവെ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ വചനപ്രകാരം ജീവിക്കാൻ നിന്റെ വഴികൾ എങ്ങനെയാണ് കണ്ടത്? കർത്താവെ എനിക്കൊരു ജീവിതം തന്നു, അത് നിന്റെ വചനപ്രകാരം ജീവിപ്പാൻ അങ്ങ് എന്നെ പഠിപ്പിക്കണമേ. നീ എനിക്കൊരു കുടുംബ ജീവിതം തന്നു, നിന്റെ വചനപ്രകാരം ആ കുടുംബജീവിതം നയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എനിക്കൊരു ജോലി തന്നു കർത്താവെ, അത് നന്നായി ചെയ്യാൻ, അത് നിന്റെ വചനപ്രകാരം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, നീ എന്നെ ഈ ഭൂമിയിൽ ഒരു കർത്തൃദാസനാക്കി വെച്ചു. കർത്താവെ, അത് അങ്ങയുടെ വചനപ്രകാരം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. എനിക്ക് കർത്താവെ തലമുറകളെ തന്നു. കർത്താവെ, നിന്റെ വചനപ്രകാരം അവരെ വളർത്താൻ എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, എന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സമയം തന്നു. ആ സമയം നിന്റെ വചനപ്രകാരം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമക്കളെ, യോബിന്റെ പുസ്തകം 6:24 യോബ് പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ നാവിനെ അടക്കാൻ എന്നെ പഠിപ്പിക്കണം. കർത്താവേ, എനിക്കൊരു നാവ് തന്നു, എനിക്കൊരു നാവ് തന്നു, അത് നന്നായി ഉപയോഗിക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാൻ ഇടയാകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലേക്ക് വാക്കുണ്ട്, ശിഷ്യന്മാരുടെ നാവ് എനിക്ക് തരണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് പഠിക്കുന്നവൻ ആണ് ദൈവത്തിന്റെ ശിഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ യോബിന്റെ പുസ്തകം 37:19 ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, ദൈവത്തോട് ഞാൻ എന്തു പറയണമെന്ന് എന്നെ പഠിപ്പിക്കണമേ. ഓ ദൈവമക്കളെ, ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് എന്തു പറയണം എന്ന് ദൈവമേ എന്നെ പഠിപ്പിക്കണമേ എന്ന് യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ സങ്കീർത്തനം 25:4 നിന്റെ പാതകളെ എനിക്ക് എന്നെ പഠിപ്പിക്കണേ. ഈ ലോകത്തിൽ എത്രയോ വഴികളുണ്ട്. ഏത് വഴിയിലും നടക്കാനല്ല, ഏത് വഴിയിലൂടെ പോകാനല്ല, നിന്റെ പാത അതേതാണെന്ന് എന്നെ പഠിപ്പിച്ച് ആ വഴിയിലൂടെ എന്നെ നടത്തണം. സങ്കീർത്തനം 25:5 നിന്റെ സത്യം എന്നെ പഠിപ്പിക്കണം. നിന്റെ സത്യം. ലോകത്തിൽ ഒത്തിരി സത്യങ്ങളുണ്ട്, അതല്ല ശരി. ദൈവത്തിന്റെ സത്യം എന്താണെന്ന് ഒന്ന് പഠിപ്പിക്കണം. ഹല്ലേലൂയ. 90 സങ്കീർത്തനത്തിൽ മോശ പറയുന്ന ഒരു പദമുണ്ട്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാനും. എന്നുവെച്ചാ കർത്താവേ, ഈ ഭൂമിയിൽ നീ എന്നെ ആക്കി വെച്ചു, ഇനിയും ഇത് എത്ര നാൾ ഞാൻ ജീവിച്ചു, ഇനി എത്ര നാളൂടെ ഞാൻ ഉണ്ട്, അതൊക്കെ ഒന്ന് എണ്ണാൻ. എന്ന് വെച്ചാൽ നൈമിഷികമായ ആ ഒരു ജീവിതമാണ് എനിക്ക് ഈ ഭൂമിയിൽ നീ തന്നതെന്ന് എൻ്റെ ഹൃദയത്തെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 119 സങ്കീർത്തനത്തിൽ ഏതാണ്ട് 6 തവണ നിന്റെ ചട്ടങ്ങൾ, നിന്റെ വചനം എന്നെ പഠിപ്പിക്കണമേ എന്ന് നമ്മൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. 108 വാക്യത്തിൽ നിന്റെ വിധി എന്നെ പഠിപ്പിക്കണം. 66 വാക്യത്തിൽ നിന്റെ പരിജ്ഞാനം എന്നെ പഠിപ്പിക്കണമേ. 143 സങ്കീർത്തന 10 വാക്യത്തിൽ നിന്റെ ഇഷ്ടം എന്നെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 11:1 ശിഷ്യന്മാർ പറയുന്നത്,
പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞ് ചിന്ത ഇവിടെ നിർത്താൻ ദൈവമക്കളെ. ദൈവത്തോടി പകൽക്കാലം ദാവീദ് 69 പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന നമ്മൾ ഇന്ന് ചിന്തിച്ചു, എന്നെ ഒന്ന് പഠിപ്പിക്കണമേ നിന്റെ ചട്ടങ്ങളുടെ, നിന്റെ നിന്റെ വചനം, അതിൻ്റെ വഴി. വചനത്തിലുള്ള ഒരു വഴിയുണ്ട്, മറ്റൊരു വഴിയിലൂടെ ഞാൻ പോകരുത്. ആ വഴി എന്നെ പഠിപ്പിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് മാത്രം കൊണ്ട് നിർത്തിയില്ലല്ലോ ദാവീദ്. അതെന്നെ പഠിപ്പിച്ചാൽ അത് അവസാനത്തോളം അങ്ങ് പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ എന്നെ ചിലതൊക്കെ പഠിപ്പിക്കണമേ. ഈ ഭൂമിയിൽ ജീവിക്കാൻ അറിയില്ല, എന്നെ പഠിപ്പിക്കണം. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളോട് പെരുമാറാൻ എന്നെ പഠിപ്പിക്കണം. ഈ ഭൂമിയിലെ ഒരു ചുവട് വെക്കുവാൻ എന്നെ പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങ് പഠിപ്പിച്ചാൽ അതിലൂടെ ഞാൻ അവസാനത്തോളം പ്രമാണിച്ച് ജീവിച്ചു കൊള്ളാം എന്നൊരു തീരുമാനവും ഈ പകൽക്കാലം നമുക്ക് എടുക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ വചനം കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വക്രതയുള്ള, വികടതയുള്ള, ചതിവുള്ള, വഞ്ചകന്മാരും മായാവികളുമായ ജനമുള്ള ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ ഭൂമിയിൽ നിന്റെ വഴി, നിന്റെ വചനത്തിന്റെ വഴി അനുസരിച്ച് ജീവിപ്പാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. അതെന്നെ പഠിപ്പിച്ച് എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ എനിക്ക് വിജയമായൊരു ജീവിതം ചെയ്യുവാനായിട്ട് കഴിയും. എന്നെ ആക്കി വെച്ച സ്ഥാനങ്ങളിൽ എനിക്ക് തന്നിരിക്കുന്ന എല്ലാ മേഖലകളിലും നിൽക്കാൻ അങ്ങനെ പഠിപ്പിച്ച് എന്നെ നിർത്തണമേ അപ്പാ. ഇന്ന് പകൽക്കാലം അപ്പാ, ജനത്തെ അങ്ങയുടെ ഈ വചനം വെച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങ് പഠിപ്പിച്ച് ഞങ്ങളെ ശ്രേഷ്ഠരാക്കി നിർത്തണമേ. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ മറ്റൊരു ഭാഗത്ത് എഴുതപ്പെട്ടതുപോലെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ വയോധികന്മാരെക്കാൾ അധികം ജ്ഞാനമുള്ളവരാകും. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ വാഞ്ചിക്കുന്നു, ഞങ്ങളോടത് ചോദിക്കുന്നു. അങ്ങയോട് അങ്ങ് തന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ചോർത്തു സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്ക് കാഴ്ചവെച്ച ക്രിസ്തുയേശുവിൻ തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ഒരനുഗ്രഹീയ ദിനം ദൈവം നമുക്ക് ഏവർക്കും തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.